to my channel. ഞാൻ ഇന്നൊരു സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम बनाने जा रहे स्वीट पोटैटो का गुलाब जामुन दिखाएंगे कैसे है. മധുരക്കിഴങ്ങ് വെച്ചാണ് നമ്മൾ ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞു. കുക്കർ में पानी रखा है, गरम हो गया, उसमें डालेंगे. ബോയിൽ करना है. നമ്മുടെ മധുരക്കിഴങ്ങ് ഈ വെള്ളത്തിലിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 വിസിൽ വരുന്നവരെ നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. 5 विसिल तक बॉईल करने के लिए रखेंगे. गैस बॉइल्ड है, गैस खत्म हो गया. देखेंगे कैसे नल्लाയിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. अच्छे से पक गया है. हम लोग निकाल देंगे, पानी निकाल देंगे. നമുക്ക് വെള്ളം മാറ്റി വെക്കാം. तड़का रखा ठंडा करने के लिए रखेंगे. നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. इसके लिए शुगर सिरप बनाएंगे. 1 कप ഷുഗർ. നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. സെയിം കപ്പിന് 1 കപ്പ് വെള്ളം. 1 കപ്പ് പാനി, 1 കപ്പ് ഷുഗർ. ബോയിൽ കरेंगे. നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഇപ്പം 4-5 ഏലക്ക ഇടിച്ചതാണ്. ഇലയിച്ചി കുക്കർക്ക് രക്കാ ഹെ ഉടാലെങ്കിൽ. നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നല്ലതായിട്ട് തിളപ്പിക്കണം. अच्छे से बॉईल होने के बाद 5 मिनट और थोड़ा फुल फ्लेम में डाल के बॉईल करना है. इस समय तो നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. स्वीट पोटैटो का इसका छिलका निकाल लेंगे. अच्छे से पक गया है. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ अच्छे से स्मैश करेंगे. എല്ലാം ഞാൻ നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ പൂരാ अच्छे से स्मैश किया है. ये एक दूसरा बर्तन में डालेंगे. നമുക്കൊരു വേറെ പാത്രത്തിനകത്തോട്ട് എടുക്കാം. നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം കുറച്ചെടുത്ത് ഇതിനകത്തെ ഫൈബർ മാറ്റിയെടുക്കാം. स्वीट पोटैटो पूरा थोड़ा थोड़ा निकाल के इसका फाइबर निकालना है. ऐसे हाथ से दबा रहे. നമ്മൾ കൈവച്ച് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ പുറകിൽ കുറച്ച് വരുന്നു. ऐसे ही पूरे निकाल देना है. നമുക്കിതുപോലെ മുഴുവനും എടുക്കാം. ഞാനിത് മുഴുവനും അരിപ്പയിൽ അഴിച്ചെടുത്തിട്ടുണ്ട്. इस छन्नी से पूरा निकाल दिया है. मिक्सी में पीसने से भी अच्छे से आ जाएगा. മിക്സിക്കകത്ത് ജാറിനകത്തിട്ട് നല്ലതായിട്ട് അടിച്ചെടുത്താലും മതി. നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 പിഞ്ച് നമക് डाल दो. 1/2 ടീസ്പൂൺ ഇലൈച്ചി का पाउडर. ഏലക്കയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. एकदम सॉफ्ट हो गया. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഏലക്കാപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇലൈച്ചി पाउडर और नमक डाल के अच्छे से मिक्स करके रखा है. अभी मिल्क पाउडर रखा है. 1 കപ്പ് മിൽക്ക് പൗഡറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് കുറച്ചിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കും. 2 സ്പൂൺ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ മിൽക്ക് പൗഡർ डाला है. थोड़ा डाल के एकदम टाइट होने तक ये मिल्क पाउडर डालना है. മിൽക്ക് പൗഡർ ടൈറ്റ് ആകുന്നവരെ നമുക്കിങ്ങനെ മിൽക്ക് പൗഡർ ഇട്ട് കുഴച്ചെടുക്കാം. ഞാൻ 200 ഗ്രാം മിൽക്ക് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. 200 ഗ്രാം മിൽക്ക് പൗഡർ डाला है. अच्छे से टाइट हो गया. നല്ലതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ डाल के മിലായെങ്കിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिलाएंगे. ഇത് വെച്ചിട്ട് ഓരോരോ ബോൾ ഉണ്ടാക്കിയെടുക്കാം. നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ബോൾ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി വലുത് ഉണ്ടാക്കരുത്. ज़्यादा बड़ा नहीं करना है. आमला का इतना बड़ा एकदम सॉफ्ट है. देखिए നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ऐसे ही सब बनाएंगे. എല്ലാം നല്ല ഉരുളകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. सब बॉल बना के रखा है. अभी तेल में डाल के फ्राई करेंगे. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. മീഡിയം ഫ്ലെയിം में डाल के फ्राई करना है. നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് പകുതി ഇട്ട് കൊടുക്കാം. आधा डालेंगे. ഈ പിടിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കണം. नीचे पकड़ता है कि नहीं थोड़ा देखना है. താഴെ ഒന്നും പിടിക്കുന്നില്ല. നല്ലതായിട്ട് വരുവാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ का बॉल्स पूरा
ब्राउन कलर हो गया, अभी निकाल देंगे. നമുക്കിപ്പോൾ എടുക്കാം. നല്ല കളർ ആയിട്ടുണ്ട്, अच्छा कलर हो गया. अभी एकदम लो फ्लेम में शुगर सिरप रखा है, उसमें डालेंगे. शुगर सिरप लो फ्लेम में ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. बंद करके रखेंगे. बाकी भी था वो भी डालेंगे. ബാക്കി ഉണ്ടായിരുന്നതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗുലാബ് ജാമുൻ എല്ലാം ബ്രൗൺ ആയി കഴിഞ്ഞ് രണ്ടാമത് ഇട്ടത് ദുബാര ഡാല ഹെ वो भी ബ്രൗൺ കളർ हो गया, निकाल देंगे. നമുക്ക് എടുക്കാം. ചൂടുള്ള ഷുഗർ സിറപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. अच्छे से गरम था शुगर सिरप, इसमें डालेंगे. എല്ലാം നോക്കിക്കേ, ഞാൻ സിറപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. सब सिरप में हो गया. 5 मिनट एकदम लो फ्लेम में डाल के रखना है. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കണം. आधा घंटा बंद करके बाहर में रखना है. तब तो थोड़ा अच्छा टेस्ट आ जाएगा. आधा घंटा का बाद यूज़ कर सकता है, लेकिन 2 घंटा का बाद अच्छा टेस्ट आ जाएगा. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. 2 മണിക്കൂർ കഴിഞ്ഞാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോഴത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അരമണിക്കൂറായി, നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. आधा घंटा हो गया, एक निकाल के देखेंगे. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടുമാണ് ഇരിക്കുന്നത്. अच्छे से फ्लफी है, एकदम सॉफ्ट है. देखिएगा अंदर एकदम सॉफ्ट है. अच्छा टेस्ट भी आ जाएगा. നല്ല ടേസ്റ്റുമാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുലാബ് ജാമുൻ റെഡി ആയി കഴിഞ്ഞു. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. മൈദയൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा घर में ट्राई करके देखिएगा. हेल्दी एक गुलाब जामुन है, मैदा बिल्कुल नहीं है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.